ദാസേട്ടൻ ഇവിടെ വന്ന് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പൊയ്ക്കോട്ടെ. എന്താ അതല്ലേ അതിന് ശരി? അതൊരു ന്യായമാണ്. പക്ഷേ നീ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ. നീ റെസ്റ്റ് എടുക്ക. അരവിന്ദ് ഒന്നുകൂടെ പോയി ദാസിനെ കണ്ടെത്തി കൊണ്ടുവരും. അതെ ബ്രോ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞാൻ ഒരു റൗണ്ട് കൂടിയും പോയി തിരക്കിയിട്ട് വരാം. ബ്രോ കുറച്ചേരം റെസ്റ്റ് എടുക്കും. വേണ്ട, നീ ഇപ്പൊ തെരഞ്ഞിട്ട് വന്നല്ലേ ഉള്ളൂ. ഞാൻ ശബരിയും കൂടെ പൊയ്ക്കോളാം. ഇതിൽ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ പോയിട്ട് വരാം. ആന്റി പറഞ്ഞില്ലെങ്കിലും എനിക്കിത് അറിയാമായിരുന്നു. ലോകത്തെവിടെയാണെങ്കിലും ഇന്നത്തെ ദിവസം ആനന്ദ് ഇവിടെ എത്തും. എത്തിയേ പറ്റൂ. ഹീസ് എ വെരി പ്രൊഫഷണൽ മാൻ. ആന്റിക്ക് മനസ്സിലായില്ല അല്ലേ? എന്നാ പറയാം, ഇന്ന് ടെക്സ്റ്റൈൽ ടെൻഡർ നടക്കുന്ന ദിവസം. അത് പിടിച്ചടക്കാൻ ആനന്ദ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നോ, നിനക്ക് തെറ്റി. ഏത് ടെൻഡറും ആനന്ദ് മറന്നിട്ടുണ്ടാവും. അത് ഉറപ്പല്ലേ? എല്ലാം മറന്ന് കല്യാണിയെ തേടി ഇറങ്ങിയിരിക്കുക അവൻ. അവന്റെ മനസ്സ് നിറയെ അവള് മാത്രമായിരിക്കും ഇപ്പൊ. സീതയെ പിരിഞ്ഞ രാമന്റെ അവസ്ഥ. നോ ആന്റി, ആന്റിക്ക് തെറ്റിയത്. സിംഗപ്പൂരിൽ പോയി സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ് മാനുള്ള അവാർഡ് വാങ്ങി വന്ന ആനന്ദ് ടെൻഡർ മറക്കില്ല. ആ ബ്ലഡിൽ ഒഴുകി നടക്കുന്നത് ബിസിനസ് തന്ത്രങ്ങളാ. അവൻ അവിടെ വരും. പക്ഷേ ഇന്നാദ്യമായി ആ ബിസിനസ് രാജകുമാരൻ പരാജയം എന്തെന്നറിയണം. അറിയിക്കും ഞാൻ. അതിനാ എനിക്ക് ആന്റിയുടെ സഹായം വേണ്ടത്. എന്റെ സഹായോ? ആന്റി പേടിക്കണ്ട, ഇതൊരു ഇൻഡയറക്റ്റ് ആയ ചെറിയൊരു സഹായമാ. കല്യാണിയുടെ സിംഗപ്പൂർ യാത്ര മുടക്കാൻ പാസ്പോർട്ട് അടിച്ചു മാറ്റിയ തന്ത്രം പോലുള്ളതല്ല. ചെറിയൊരു കൈത്താങ്, സിമ്പിൾ. പ്രിയങ്കേ, നീ തെളിച്ചു പറ, ഞാൻ എന്ത് സഹായം ചെയ്യണ്ടേ? ആനന്ദിന്റെ സെക്രട്ടറി ഇല്ലേ ബെറ്റി, എനിക്ക് ആ സെക്രട്ടറി ബെറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം. പേഴ്സണൽ നമ്പർ അടക്കം. അല്ല, അത് ഞാനിപ്പോ ആന്റി വിചാരിച്ച നടക്കും. എത്രയും വേഗം വേണം. ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും ആനന്ദിന്റെ ജീവിതത്തിലെ മറക്കാനാകാത്തൊരു ദിവസമാക്കാനാ. ഒരു കറുത്ത ദിനമാക്കാൻ. ഞാൻ ശ്രമിക്കാം. പക്ഷെ അതിന് കുറച്ച് സമയം വേണം. ആന്റി ഒരിക്കലും ആരെയും കാത്തു നിൽക്കാത്തത് സമയം മാത്രമാണ്. തിരികെ കിട്ടാത്തതും അത് തന്നെ. ഇപ്പൊ മുന്നിലില്ലാത്തതും അത് തന്നെ. ലക്ഷ്യത്തോടുള്ള താല്പര്യത്തിന്റെ അളവിനനുസരിച്ച് വേഗത കൂടിയും കുറഞ്ഞുമിരിക്കും. വൈകുന്തോറും വിജയസാധ്യത കുറയുമെന്ന് ആന്റി ഓർക്കണം. എനിക്കിപ്പോ ബെറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം. സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ ആന്റി പറ. ഹലോ,
ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നീ വണ്ടി എടുക്ക്. എടുക്കടാ. റൈറ്റ് പോയി നോക്കാം. ₹100 മലക്കറി. ആ ദാ. ആനന്ദേ, നമ്മളിങ്ങനെ ലക്ഷ്യമില്ലാതെ തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് മിക്കവാറും അവരുടെ നാട്ടിൽ പോയിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചു പോകുന്നതാ ബുദ്ധി. ഏയ് നോ, ദാസേട്ടൻ നാട്ടിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ല. പോവില്ല ദാസേട്ടൻ. അതെന്താ നിനക്ക് അത്രയ്ക്ക് ഉറപ്പ് തോന്നാൻ? കാര്യമുണ്ട്. ആരോട് ഒരു വാക്കുപോലും പറയാതെ രാഖി രാമാനം മക്കളെയും കൂട്ടിപ്പോയ ദാസേട്ടൻ അറിയാം അവരെ തിരക്കി നാട്ടിൽ ആളെത്തുമെന്ന്. കോമൺ സെൻസ് ഉള്ള ആർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ, നീ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ ദാസേട്ട സ്വന്തം നാട്ടിൽ പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനാ സാധ്യത? എനിക്കൊരു ഊഹം കിട്ടുന്നില്ലല്ലോ. ദാസേട്ടന് ഒരുപാട് ദൂരമൊന്നും പോകാൻ വഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും എന്റെ മനസ്സ് പറയുന്നത്. തൊട്ടടുത്തുള്ള ഈ വില്ലേജിൽ. നമുക്ക് അല്പം കൂടി റൂറൽ ഏരിയയിലേക്ക് പോയി സെർച്ച് ചെയ്താലോ? നിനക്കെന്ത് തോന്നുന്നു? ഞാൻ റെഡി മച്ചു, നീ വണ്ടി എടുക്കും. എന്നാ വാ. നിർത്ത് കല്യാണി, നിർത്തടാ കല്യാണി, നീ നിർത്ത്. അത് കല്യാണി തന്നെയാ. ഏ കല്യാണി, അനിയൻകുട്ടാ, ഏയ് അനിയൻകുട്ടാ, ഏയ് കല്യാണി. വലിയ ശബ്ദം കേട്ടതുപോലെ തോന്നിയില്ലേ? നിനക്കും തോന്നിയോ? കല്യാണി, വലിയ വാ.
റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കണമായിരുന്നു. എവിടെ നോക്കിയാ കയറി വരുന്നത്? കണ്ടില്ലേ? നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഇങ്ങനെയാണോ വണ്ടി ബാക്ക് എടുക്കുന്നത്? ചേട്ടാ സ്വപ്നം കണ്ടോണ്ട് വണ്ടി പറയുന്നൊന്ന് കേക്ക്. ഓടിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഇനിയും എന്നെങ്കിലും തൃച്ചംബരത്ത് കുടിയിരിക്കാന്നുള്ള വിചാരം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. അതെന്റെ മോളുടെ വെറും പാഴ്മോഹം മാത്രം, നടക്കില്ലത്. നീക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ സമാധാനപ്പെട്ട് പരിഹാരം ഉണ്ടാക്കാം. എന്ത് സമാധാനം? വാ പോവാ. ചേച്ചി വലിയ കുഞ്ഞ് വരെയല്ലേ? പാവം ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാം. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നേ. ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാം. ചേച്ചി ഇങ്ങോട്ട് വരാൻ. ഒന്ന് കണ്ടിട്ട് പോവാം. കല്യാണി 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 ഏയ് ഏയ് കല്യാണി വേഗം വാ, ഇവിടെ നിൽക്ക്. ഇവരിത് എവിടെയാ പോയത്? എനിക്കതല്ല, അവരെന്തിനാ നമ്മളെ കണ്ടിട്ട് ഓടിയത്? എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, അതാണല്ലോ അവരാരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. ഛേ, എന്നാലും കല്യാണി എന്നെ കണ്ടിട്ട് ഓടിപ്പോന്ന് വെച്ചാ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ സർ, ബെറ്റിയാണ്. ആ ബെറ്റി പറയൂ. ഇനി അധികം സമയമില്ല ടെൻഡർ തുടങ്ങാൻ. അവിടെ എല്ലാരും എത്തിയെന്ന് അറിഞ്ഞത്. ഞാനും ഓഫീസിൽ നിന്ന് ഇറങ്ങുക സർ. ഇനി സാറ് മാത്രമേ എത്താനുള്ളൂ. ശരി, ഞാൻ എത്താം. ബെറ്റി ഇറങ്ങിക്കോളൂ. ഓക്കെ സർ. എന്ത് പറ്റിയാണെന്തേ? ഇന്ന് ടെക്സ്റ്റൈൽ ടെൻഡറാ. വാ പോവാം നമുക്ക്. വാ. പോയി. ചേച്ചി വല്യ കുഞ്ഞിനോട് ഒരു വാക്ക് സംസാരിച്ചുകൂടായിരുന്നോ ചേച്ചിക്ക്? എന്തിനാ നമ്മളിങ്ങനെ ഒളിച്ചത്? ചേച്ചിക്ക് സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കണ്ട. എന്നെ എന്തിനാ പിടിച്ചു വിളിച്ചോണ്ട് വന്നത്?
ഞാൻ സംസാരിക്കുമായിരുന്നല്ലോ വലിയ കുഞ്ഞിനോട്. വേണ്ട നീങ്ങോട്ട്. ഇപ്പൊ നമ്മള് വലിയ കണ്ടെന്നോ സംസാരിച്ചെന്നോ അച്ഛൻ അറിഞ്ഞ അതോടെ തീർന്നുമില്ല. ഓ, വലിയ സംസാരിക്കുന്നതിനേക്കാൾ വലുതാ അച്ഛന്റെ ജീവൻ. വാ പോവാ. ഹലോ ഹലോ ബെറ്റി, ഹൗ ആർ യു ദേർ? ഹു ഇസ് ദിസ്? മനസ്സിലായില്ല. അയ്യോ, അത് മോശം. ബെറ്റിക്കപ്പൊ എന്നെ മനസ്സിലായില്ല. ഈ ശബ്ദവും ബെറ്റി കേട്ടിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിയേ. സോറി, സത്യമായിട്ടും ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ തന്നെ എന്നെ കുറിച്ച് പറയാം. നിങ്ങളുടെ ബോസ് ആനന്ദ് കൃഷ്ണന് ഏറ്റവും പ്രിയങ്കരിയായിരുന്ന ഒരാളാ. നിങ്ങളുടെ ചെയർമാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മൂത്ത മരുമകളാക്കാൻ വിളിച്ചു കയറ്റിയ പെൺകുട്ടി പ്രിയങ്ക വർമ്മ. ഓ, ഐ എം സോറി മാഡം. നമ്മളിതുവരെ ഫോണിൽ സംസാരിക്കാത്തത് കൊണ്ട്. മനസ്സിലായി, നോ ഇഷ്യൂ അറ്റ് ഓൾ. ബൈ ദ ബൈ, ബെറ്റിയെ കൊണ്ട് ഈ മാഡത്തിനൊരു ചെറിയ സഹായം വേണമായിരുന്നല്ലോ. അത് മാഡവും ബോസുമായിട്ട് അടുപ്പത്തിലല്ലാത്തത് കൊണ്ട് എനിക്ക് മാഡത്തിനെ സഹായിക്കാൻ കഴിയില്ല. ഐ എം വെരി വെരി സോറി മാം. ഞാൻ ഫോൺ വെക്കുക. അയ്യോ, വെയിറ്റ്. ബെറ്റി, അങ്ങനെ അങ്ങ് കട്ടാക്കല്ലേ. ഞാൻ എന്ത് സഹായമാ വേണ്ടെന്ന് പോലും പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് കോള് കട്ടാക്കാന്ന് വെച്ചാ അത് മോശമല്ലേ ബെറ്റി? ദാറ്റ്സ് അൺഫെയർ. കുറഞ്ഞ പക്ഷം ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നെങ്കിലും നീ അറിയണ്ടേ? അതുപോലും അറിയാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ബെറ്റി. ആദ്യം ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നീ കേൾക്കണം. ഞാൻ എന്ത് ചെയ്യണം മാഡം? ഇന്ന് നടക്കാൻ പോകുന്ന ടെൻഡറിൽ ആനന്ദ് ടെക്സ്റ്റൈൽസ് കമ്പനി എത്ര എമൗണ്ട് ആണ് കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയണം. ഇന്ന് നടക്കാൻ പോകുന്ന ടെൻഡറിൽ ആനന്ദ് ടെക്സ്റ്റൈൽസ് കമ്പനി എത്ര എമൗണ്ട് ആണ് കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്ന സഹായം. അയ്യോ മാഡം, അത് വെരി കോൺഫിഡൻഷ്യൽ ആണ്. പുറത്ത് പറയാൻ പാടില്ല. അറിയാം. എമൗണ്ട് അറിഞ്ഞിട്ട് എനിക്കത് നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്യാനൊന്നും അല്ല. കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ എന്റെ ഉള്ളിലിരിക്കും. നീ എമൗണ്ട് പറഞ്ഞാ മതി. സോറി മാഡം, ബോസിനോടും കമ്പനിയോടും വിശ്വാസവഞ്ചന കാണിക്കാൻ എനിക്കാവില്ല. ഐ എം വെരി സോറി. വെരി ഗുഡ്. നിന്റെ എത്തിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ആള് സിൻസിയറാ. ഞാൻ ഫോൺ വെക്കാം മാഡം, എനിക്ക് അല്പം തിരക്കുണ്ട്. വെയിറ്റ്. നീ നിന്റെ ബോസിനോട് വിശ്വാസവഞ്ചന കാണിക്കില്ലെന്ന് പറഞ്ഞത് ഓക്കെ. പക്ഷേ ആനന്ദിന് വേണ്ടി നിന്റെ കുടുംബം വരെ ത്യജിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. സമ്മതിക്കണം നിന്നെ. അച്ഛനമ്മമാരുടെയും കൂടപ്പറപ്പിന്റെയും ജീവനേക്കാൾ എത്തിക്സിനാണ് പ്രാധാന്യം. എന്തൊക്കെയാ മാഡം ഈ പറയുന്നത്? എന്റെ ഫാമിലി ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. നിന്റെ കുടുംബം മുഴുവൻ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. ടെൻഡറിൽ ആനന്ദ് കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നീ ഇപ്പൊ പറയണം. അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബം ഭദ്രമായിട്ട് തിരികെ വീട്ടിലെത്തും. അതല്ല, നിനക്ക് എത്തിക്സ് ആണ് പ്രധാനം, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനോട് വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നാണെങ്കിൽ നിന്റെ കുടുംബത്തെ അങ്ങ് മറക്കാൻ നിനക്ക്. നിന്റെ അച്ഛനും അമ്മയും അനിയനും ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടുവെന്ന് നിനക്ക് ടെൻഡർ തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ വന്നോളൂ. അയ്യോ മാഡം, അങ്ങനൊന്നും ചെയ്യരുത്. ഉടൻ ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണോ വേണ്ടയോന്ന് നീ വേണം തീരുമാനിക്കാൻ. ഒന്നുകിൽ ഫാമിലി, അല്ലെങ്കിൽ കൊട്ടേഷനിൽ കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്. എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക.